മുത്ത ആശിക എന്താടാ മുത്ത ഇത് അടവന്നെ മുത്ത രണ്ടയിലന്റെ വലിപ്പുണ്ടല്ലോ മുത്ത അടവ്. അതാണ് വലിയ അടവ്, ഇടുക്കാച്ചി അടവാണ് മുത്തേടാ. ഈ അടവിന്റെ പ്രത്യേകത എന്താന്ന് എല്ലാരും നമ്മളോട് ചോദിക്കലുണ്ട്. കൊളസ്ട്രോൾ ഇല്ലാത്ത മീനാണ്. എടാ ഇതൊക്കെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആളാണെങ്കിൽ അനക്ക് രാത്രി കഞ്ഞിക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ അടവ് എടുത്തിട്ട് ഇതിന്റെ മീറ്റ് എടുത്താണ് എനിക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഈ അടവിന്റെ പ്രത്യേകത. അത്രയും ഗുണങ്ങളില്ല ഉള്ള ഒരു മീനാണ് കേട്ടോ. ഏത് മക്കൾക്കും കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കൂടിയാണ് ഇതാ. അതേ സമയത്ത് നമ്മളെ നാട്ടിൽ തടവ് ചെറുതാണ്. ഇത് നമുക്ക് വരുന്ന മീനാണ് കേട്ടോ, തമിഴ്നാട് മീനാണ്. അതേസമയം ഇത് നമ്മളെ നാട്ടിൽ പിടിക്കുന്ന മീനാണ്. വലുപ്പത്തിന് വ്യത്യാസമുള്ളൂ. ആർക്കും കഴിക്കാം, ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റിയ മീനാണ്. നമ്മൾ പല ആൾക്കാർക്ക് കൊളസ്ട്രോൾ, യൂറിക് ആസിഡിന്റെ വിഷയങ്ങൾ ഇതൊക്കെ ഉള്ള ആളുകൾ മീൻ കഴിക്കാതെ പേടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ മീനാണ്. പിന്നെ വളരെ വേവ് കുറവാണ് ഈ മീനിൻ്റെ. നമ്മൾ ഇതിപ്പോൾ കറി വെക്കുകയാണെങ്കിൽ കറി തിളച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ മീൻ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് മുതലേ എന്നാക്കി നമ്മൾ കറിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉടഞ്ഞു പോകും, വേവ് കുറവാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കറി വെക്കുന്ന സമയത്താണെങ്കിൽ ശ്രദ്ധിക്കുക. അതേസമയം പൊരിക്കാനാണെങ്കിൽ പിന്നെ വിഷയമല്ല, സാധാരണ നോർമലായിട്ടാണ്. അപ്പോൾ അടവ് കണ്ട എന്തൊക്കെണ്ട ഒഴിവാക്കണ്ട, ആരും കഴിച്ചോളി. ഏത് പൈതമക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മീനാണ്. വലിയ മുള്ളൊന്നുമില്ല കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ചെറിയ മുള്ള് മാത്രമേ ഉള്ളൂ, വലിയൊരു ജഗമക പിടിച്ച മുള്ളൊന്നും ഇതിനില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കൂടിയാണ്. അപ്പോൾ ഏറെക്കുറെ ഇന്ന് വരാൻ നമുക്ക് അടവ് സൈസാക്കാം. നല്ല മുത്ത പൊടിയുള്ള മീനല്ലേ? നല്ല പൊടിയുള്ള മീനാ. ഓക്കെ, കറി തിളച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ചട്ടിയിൽ ഇട്ടാൽ മതി. കറി വെക്കാനാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇല്ലേ ഉടഞ്ഞു പോകും, മുള്ളു മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കോരി എടുക്കുമ്പോഴത്തേനും മുള്ളു മാത്രമേ വരും. ഏത് തുടക്കത്തിലെ കട്ടിയിലിട്ടാണ് ചൂടാക്കിയാൽ. അപ്പൊ ഓക്കെ മുത്തേ. ഓക്കെ, അപ്പൊ നമ്മളെ ചാനലൊക്കെ എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ക്യാമറാമാൻ സായിദിനോടൊപ്പം മുത്തേ ആശിക്. അതാണ് സായിദ്. യെസ്.